അതെ, എല്ലാവരും എന്നാ പറയണോ, ഇങ്ങനെ നമ്മൾ ഒന്നിച്ചുള്ള നിമിഷങ്ങളും ഡ്യൂട്ടി ഇല്ലാതെ തിരക്കൊക്കെ ഒഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് പുറത്ത് പോയി കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് ഇതുപോലെ വളരെ രസകരമായ ഓരോ നിമിഷങ്ങൾ നമുക്ക് കിട്ടുന്നത്. പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നോ, എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒന്നിച്ചിരുന്ന ചക്ക ഒരുക്കലും ഒക്കെ ആയിട്ട് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലേ, കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്നായാലും ഇത് ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയൊരു ബോണസായിരുന്നു കേട്ടോ. മഴ പെയ്യുന്നത് കൊണ്ടും മഴക്കാലം ആയതുകൊണ്ടും പിള്ളേരെല്ലാവരും കൂടെ എൻ്റെ പുറകെ കൂടി. കുഞ്ഞാൻ്റെ കുറച്ച് വള്ളം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പം കുറേ പേപ്പറൊക്കെ ആയിട്ട് രാവിലെ ഇരുന്നതാണ് ഞാൻ. ഈ വള്ളം മുഴുവൻ ഉണ്ടാക്കിയത് മുഴുവൻ വെള്ളത്തിൽക്കടെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ പരിപാടി തീരത്തുള്ളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി. രണ്ടുപേരും പോസ്റ്റായിരിക്കുന്നത് കണ്ടില്ലേ. പെണ്ണുങ്ങളെയും കൊണ്ട് കടയിലൊക്കെ കയറിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അതാണ് ഈ രണ്ട് മഹത് വ്യക്തികൾ ഇങ്ങനെ പോസ്റ്റേ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലേക്കായിട്ട് പോയതൊന്നുമല്ല, ജിൻസെറ്റിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടിരിക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങി. കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമാണല്ലോ ഇത്. ഇവിടെ എല്ലാം ഒന്ന് കണ്ട് കേട്ട് പോകാമെന്ന് ഓർത്തുണ്ടായിട്ടുള്ളൂ ഞങ്ങളവിടെ ഇറങ്ങിയത്. പണ്ടത്തെ പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ ഓർമ്മ വന്നു. ഞങ്ങളവിടെ ഇറങ്ങി ചെറിയ വെച്ചുവാണി കടകളിൽ കൂടെയൊക്കെ കയറി അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തി പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. എന്നായാലും ഇടയ്ക്ക് വീട് കിട്ടിയ ഈ ഒരു വെക്കേഷനിൽ ഇങ്ങനൊരു അനുഭവം കൂടെ ഉണ്ടായപ്പം അതിന് ഇരട്ടി മധുരം എന്ന് പറയാം. എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയതല്ലേ, പിള്ളേരെയും കൂട്ടി ഫുഡൊക്കെ കഴിച്ചേക്കാന്ന് വെച്ച് സന്തോഷമായിട്ട് ഫുഡ് കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം കൂടി ഞങ്ങളങ്ങ് ഹാപ്പി ആയിട്ട് കഴിച്ചു കൂട്ടി. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.